തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോൺഗ്രസിന് സർപ്രൈസ് സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ 24നോട് പറഞ്ഞു. രാഷ്ട്രീയ നേതാക്കളല്ലാത്ത പൊതുസമ്മതരെ ഇറക്കി കോർപ്പറേഷൻ പിടിക്കാനാണ് പരിപാടി. RMP കോൺഗ്രസ് തർക്കം ഇക്കുറി ഉണ്ടാകില്ലെന്നും RMPക്ക് വേണ്ട സീറ്റ് കോൺഗ്രസ് നൽകുമെന്നും കോഴിക്കോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ. SKN വെരി ഗുഡ് മോർണിംഗ്. SKN തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ അങ്കച്ചട്ട് ഉണർന്നു കഴിഞ്ഞു. എന്നാൽ ഈ പ്രഭാതത്തിൽ മോർണിംഗ് വാക്കിനിറങ്ങിയ DCC പ്രസിഡന്റ് UDFിൻ്റെ കോഴിക്കോട്ടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്ന DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ നമ്മളോടൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ് വാക്കിലാണ് കാണാൻ പറ്റിയത്. ആദ്യത്തെ ചോദ്യം, തദ്ദേശ തെരഞ്ഞെടുപ്പിന് UDF എത്രമാത്രം സജ്ജമായി? എപ്പോൾ നിങ്ങളെ കാൻഡിഡേറ്റ് ലിസ്റ്റ് വരും? എങ്ങനെയായിരിക്കും കാൻഡിഡേറ്റ് ലിസ്റ്റ്? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും UDFും എല്ലാ അർത്ഥത്തിലും സജ്ജമായി കഴിഞ്ഞു. വളരെ പെട്ടെന്ന് സ്ഥാനാർത്ഥി ഉണ്ടാവും. സാധാരണഗതിയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാറ് നോമിനേഷൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നോമിനേഷൻ പത്രികയുടെ തലേ ദിവസമൊക്കെയാണ്. ഇവിടെ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും കോൺഗ്രസിന് സ്ഥാനാർത്ഥികൾ ഉണ്ടാവും. ഈ കോഴിക്കോട് കോർപ്പറേഷൻ്റെ കാര്യത്തിൽ എന്താണ് നിങ്ങളുടെ സ്ട്രാറ്റജി? കാരണം കോഴിക്കോട് കോർപ്പറേഷൻ പിടിക്കുന്നൊക്കെ നിങ്ങൾ കുറച്ച് കാലമായി പറയുന്നുണ്ട്. കോർപ്പറേഷൻ യോഗത്തിൽ നിങ്ങൾ വലിയ രീതിയിൽ പല പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്താണ് അതിലുള്ള നിലപാട്? അല്ല, കോഴിക്കോട് ഒരു ചിരപുരാതന നഗരമാണ്. ഈ നഗരം 4.5 പതിറ്റാണ്ട് കാലമായി ഒരു ശക്തി ഭരിച്ച് മുടിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ആ നഗരത്തെ അവരുടെ കരാള കസ്തുകൾ ഞങ്ങൾ ഇത്തവണ മോചിപ്പിക്കും. കാരണം CPM എന്ന പാർട്ടിയുടെ ATM കൗണ്ടറായി കോഴിക്കോട് നഗരസഭ മാറിയിരിക്കുന്നു. അതിന് ഞങ്ങൾ മാറ്റമുണ്ടാക്കും. ആ മാറ്റം വരുത്താനുള്ള പ്രവർത്തനമായിരിക്കും ഞങ്ങൾ നടത്തുന്നത്. ആ മാറ്റം നടത്താനുള്ള പോരാട്ടത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. സ്ഥാനാർത്ഥികൾ, മേയർ സ്ഥാനാർത്ഥി വേണം. കേൾക്കുന്നത് നിങ്ങൾ പുതുമുഖങ്ങളെയും സ്വതന്ത്രരെയും ഒക്കെ പരീക്ഷിക്കാൻ പോകുന്നുവെന്നാണ്. എങ്ങനെയായിരിക്കും നിങ്ങളുടെ കാൻഡിഡേറ്റ് ലിസ്റ്റ്? അട്രാക്റ്റീവ് സ്ഥാനാർത്ഥികളായിരിക്കും, സർപ്രൈസ് സ്ഥാനാർത്ഥികളുമായിരിക്കും. അതിലെല്ലാവരും ഉണ്ടാവും. പാർട്ടിയിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടാവും. കോഴിക്കോടിന് പ്രിയപ്പെട്ടവരായ അല്ലാത്തവരുണ്ടാവും. ഏതായാലും വേറിട്ട കോഴിക്കോടുകാർക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു പാനലായിരിക്കും ഞങ്ങളുടെ പാനൽ. ഈ മേയർ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ എങ്ങനെയായിരിക്കും? അത് ചർച്ച നടക്കുന്നേ ഉള്ളൂ. ഏതായാലും കോഴിക്കോട് നഗരത്തെ ലോകോത്തര നിലവാരമുള്ള നഗരമാക്കാൻ പ്രാപ്തിയുള്ള, കഴിവുള്ള, പൊതുജന അംഗീകാരമുള്ള ആളായിരിക്കും ഞങ്ങളുടെ മേയർ സ്ഥാനാർത്ഥി. മറ്റൊന്ന് ഘടകകക്ഷികളുടെ കാര്യത്തിലുള്ള തീരുമാനങ്ങളാണ്. ഘടകകക്ഷികളുടെ മുറുമുറുപ്പൊക്കെ സ്വാഭാവികമായും പ്രാദേശിക തലത്തിലുണ്ടാവും. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് ഇത് കൂടുതൽ ഉണ്ടാകുന്നത്. ഘടകകക്ഷികളുടെ എങ്ങനെയാണ് മുന്നോട്ട് പോക്ക്? ലീഗുമായുള്ള സീറ്റ് ചർച്ചകൾ, അത്തരം ഘടകകക്ഷികളായിട്ടുള്ള സീറ്റ് ചർച്ചകൾ എവിടെയായി? ഈ നഗരത്തിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ എന്ന് പറഞ്ഞാൽ ലീഗും CMP ആണ്. മറ്റു ഘടകകക്ഷികൾ ഞാൻ മോശമാണെന്ന് പറയുന്നില്ല. പക്ഷേ ലീഗും CMPയും കോൺഗ്രസൊക്കെ ജില്ലയിൽ പ്രവർത്തിക്കുന്നത് ഒരു പാർട്ടിയെ പോലെയാണ്. ഞങ്ങൾ ഒറ്റക്കെട്ടാണ്, ഒരു മനസ്സാണ്, ഒരേ ദിശയിൽ യാത്ര ചെയ്തവരാണ്. ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഈ RMPയുടെ കാര്യത്തിൽ എങ്ങനെയാണ്? RMP UDFിൻ്റെ ഘടകകക്ഷിയായി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുമോ? സഖ്യകക്ഷിയാണ് RMP. ഞങ്ങളുടെ സഖ്യകക്ഷിയാണ്. RMP UDFിനോട് ഒപ്പത്തിനൊപ്പം UDF ഘടകകക്ഷി പ്രവർത്തനം ഉണ്ടാവും. ഈ സീറ്റ് വിഭജനത്തിൽ പണ്ടൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ പേരിലായിരുന്നു വലിയൊരു പ്രശ്നം RMP രൂപീകരണമൊക്കെ ഉണ്ടായത്. ആ മേഖലയിൽ വടകരയിൽ ഒഞ്ചിയം, ഓർക്കട്ടേരി, ഏറാമല, ചോറോട്, ആ പഞ്ചായത്തുകളിലൊക്കെ എങ്ങനെയാണ് UDF? RMPയുടെ കാര്യത്തിൽ UDFിനും കോൺഗ്രസിനും തുറന്ന മനസ്സാണ്. അവർക്ക് അർഹതപ്പെട്ടതൊക്കെ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളുടെ അവരുടെ തർക്കം ഉണ്ടാവില്ല. ഒരുപക്ഷെ RMPയും UDFും ഏതെങ്കിലും തരത്തിലുള്ള പാളിച്ചകളോ പിഴവുകളോ മുമ്പ് കാലത്തുണ്ടായിട്ടുണ്ടെങ്കിൽ ആ പഴുതുകളൊക്കെ അടക്കുന്ന രീതിയിലുള്ള ഒറ്റക്കെട്ടായ പ്രവർത്തനവും ഒറ്റക്കെട്ടായ തീരുമാനമാണ് ഇത്തവണ ഉണ്ടാവുക. താങ്ക് യു പ്രവീൺ. SKN വളരെ കൃത്യമായ ഒരു കാര്യം പറയുന്നു. മുന്നണി ഘടകകക്ഷികൾ തമ്മിൽ ഒരു തർക്കവും ഇല്ലാതെയായിരിക്കും കോൺഗ്രസിൻ്റെ ലിസ്റ്റ്. മറ്റൊന്ന്, കോഴിക്കോട് കോർപ്പറേഷനിൽ സർപ്രൈസ് സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്ന് കൂടി പറഞ്ഞു വയ്ക്കുമ്പോൾ അത് നൽകുന്ന സൂചന പൊതുസമ്മതരായ ആരെങ്കിലും പ്രത്യക്ഷപ്പെട്ടേക്കും എന്ന് തന്നെയാണ്. കോഴിക്കോട് നിന്ന് ദീപക് തർമ്മടം വിവരങ്ങളുമായി ചേരുന്നു. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. ദീപക്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് SKN. ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ തുടർച്ചയായിരുന്നു RMPയുടെ രൂപീകരണം. അത് കഴിഞ്ഞ് TP ചന്ദ്രശേഖരൻ കൊലപാതകം വരെ നീണ്ടത് അത് ഒഞ്ചിയത്തും ഏറാമലയിലും ചോറോടും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തർക്കമായിരുന്നു. അത്തരം ഒരു ഘട്ടത്തിലാണ് UDF RMPയെ വലിയ രീതിയിൽ പരിഗണിക്കുമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ പറയുന്നത്. RMPക്ക് കഴിഞ്ഞ പ്രാവശ്യവും ചില തർക്കങ്ങൾ UDFുമായി ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ഈ പ്രാവശ്യം ഒരു തർക്കവുമില്ലാത്ത രീതിയിൽ കോൺഗ്രസ് സീറ്റുകൾ, അർഹതപ്പെട്ട സീറ്റുകൾ നൽകിക്കൊണ്ട് RMPയെ കൂടെ നിർത്തുമെന്നുള്ള ഒരു തന്ത്രമാണ് പ്രയോഗിക്കുന്നത്. മറ്റൊന്ന്, കോഴിക്കോട് കോർപ്പറേഷൻ ഭരണം പിടിക്കുമെന്ന് നേരത്തെ തന്നെ UDF നേതാക്കൾ, സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ പ്രഖ്യാപിച്ചതാണ്. അത് രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും ഒക്കെ പറഞ്ഞതാണ്. അതിപ്പോൾ DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ പറയുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ, സർപ്രൈസ് സ്ഥാനാർത്ഥികൾ മത്സരത്തിനുണ്ടാകും, അവരെ ഇറക്കി ഭരണം പിടിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും കോൺഗ്രസ് നേരത്തെ തന്നെ, UDF നേരത്തെ തന്നെ
പരസ്യമായ തയ്യാറെടുപ്പ്, അതായത് രഹസ്യമായ ബൂത്ത് കമ്മിറ്റികളും വാർഡ് കമ്മിറ്റികളും എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് പരസ്യമായ തയ്യാറെടുപ്പ് തന്നെ കോഴിക്കോട് കോർപ്പറേഷൻ്റെ കാര്യത്തിൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ അതേ സമയത്ത് തന്നെ ഈ അവകാശവാദങ്ങളൊക്കെ പറയുമ്പോൾ നിശബ്ദമായ സംഘടനാ പ്രവർത്തനത്തിലൂടെ LDF അത് നിലനിർത്താൻ 45 വർഷമായി LDF ഭരിക്കുന്ന കോർപ്പറേഷൻ നിലനിർത്താനുള്ള പ്രവർത്തനത്തിലാണ്. പക്ഷേ എന്നാൽ UDF ഇക്കുറി വലിയ മേൽക്കൈ നേടുമെന്ന കണക്കുകൂട്ടലിലാണ് തന്ത്രങ്ങൾ മെനയുന്നത്. SKN. താങ്ക് യു ദീപക് ധർമ്മടം.